എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. പുള്ളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഡാഡിയുടെ പിറകെ നടക്കുന്ന. ഡാഡി ഇന്ന് വാതിലുകളും ഒക്കെ ക്ലീൻ ആക്കുന്ന കേട്ടോ. വീട് നീറ്റാണ് ക്ലീൻ ആക്കുന്ന ജോലിയാണ്. വാതിലുകൾ ടൈൽസുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡാഡിയുടെ പിറകെ നടക്കുന്നു കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞല്ലോ, ഡാഡിയുടെ പിറകെ നിൽക്കണ്ട കേട്ടോ. ഡാഡിയുടെ പിറകെ നടക്കാതെ പോയി കിടക്ക്. ചേച്ചിയോടൊക്കെ കഴിച്ച് പനിയാണ്. അപ്പോൾ ഗൈസ് ദേ പൊട്ടൊക്കെ മാഞ്ഞു പോയി കേട്ടോ. ഇന്ന് ഞാൻ മുഖമൊക്കെ കഴുകി എല്ലാം ചെയ്ത് അവനെ ഡെയിലി തുടക്കലൊക്കെ അല്ലേ. അപ്പോൾ അതേ പൊട്ടൊക്കെ മാഞ്ഞു പോയി. അവൻ ഡാഡിയുടെ പിറകെ നടക്കുന്ന. ഡാഡി വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നുള്ളതുകൊണ്ട് തുടക്കുന്നുള്ളതുകൊണ്ട് അതേ കഥകും അതിലൊക്കെ തുടക്കുന്ന കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പിറകെ നടക്കുന്നു. അവന് ഉറക്കമില്ല. തടവുന്നത് കണ്ടു, ചെന്നിരുന്ന് തടവുന്നത്. ഡാഡി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഫാനിൻ്റെ അടിയിലിരുന്ന കേട്ടോ. അപ്പോൾ അത് തടവാൻ വന്നിരുന്നു കണ്ടോ. ഞാൻ കിച്ചൺ പണിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡാഡി അവധിയാണ്, മോനും അവധിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കിടക്കുന്നു. മോൾക്ക് പനി കുറവുണ്ട്. അപ്പോൾ കണ്ടോ. ഇവിടെ പോകുന്ന അങ്ങോട്ട് പോലെ ബാത്റൂമിലാണ്. ബാത്റൂം കഴുകാൻ പോയതാ. ബാ പൊന്നോ, വാ ഇങ്ങനെ വന്നേക്കെ. പൊന്നു ഇങ്ങോട്ട് വന്നേക്കെ. അവിടെ വെള്ളം വീഴും. വാ ഇങ്ങനെ പിറകെ നടക്കാതെ പൊന്നോ. ഇന്ന് ഡാഡി ബാത്റൂമൊക്കെ കഴുകലാണ്. കാരണം ഇത് കണ്ടോ, എല്ലാം മെഡിസിനൊക്കെ ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനാ കഴുകുന്ന കേട്ടോ. ഇന്നത്തോട്ട് എൻ്റെ കൈ ഭയങ്കര വേദന. മോൾക്ക് പനി. മോളെ തടവി അവൾക്ക് ടോൺസിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സിംഗപ്പൂരൊക്കെ പോയി പുള്ളി ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ കുടിച്ചു. ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം അവൾക്ക് പനി കുറവുണ്ട്. ഇന്നലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് പുള്ളി ഇവൻ്റെ ഡാഡി അവധിയായതുകൊണ്ട് ഇന്ന് എന്നോട് പറഞ്ഞു ആ പണിയൊക്കെ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ചെയ്യുന്നു. പിടിച്ചു ഇങ്ങനെ പിറകെ കിടക്കുന്ന. ഇവന് പണിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര വിഷമമാണ്. എന്നാ വെച്ചു അയച്ചു അയച്ചു പിടിച്ചോ. ചോറൊക്കെ കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ ഞാനും കൂടെ തുള്ളുന്നു കേട്ടോ. ഇല്ലെങ്കിൽ അവൻ തുള്ളത്തില്ല. നല്ല രസം കേട്ടോ കളിപ്പിക്കാൻ. ഇങ്ങനെ പിടിച്ചോ ക്യാച്ച് ഇറ്റ്. ഓക്കെ 1 2 3 ക്യാച്ച് ഇറ്റ്. പിടിച്ചോളൂ, ഇനി ഭംഗി പിടിച്ചോളൂ. ഇന്ന് മോൻ്റെ കളികളൊക്കെ ഇന്ന് കുറച്ച് ആക്റ്റീവാണ് കേട്ടോ. ആക്റ്റീവ് ആവുന്ന സമയത്ത് കളിക്കും. അയ്യോ എനിക്ക് വയ്യ. ഫുഡൊക്കെ കൊടുത്തു, മെഡിസിൻസൊക്കെ കൊടുത്തു. ഇങ്ങനെ ഡാഡിയുടെ പിറകെ നടക്കുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കളിക്കാമല്ലോ, കളി കാണാമല്ലോ അല്ലേ. നല്ല രസമല്ലേ. ഇത് നേരിട്ട് കാണണം കേട്ടോ. അപ്പോൾ നല്ല രസവും കാണാൻ. ചു കണ്ടോ മോളത്. കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുവാ ബോൾ എടുത്തോണ്ട് വാ പൊന്നു. നിയാഷോ ले आओ, बोल ले आओ जल्दी क्विक पोन्नो तातारी का आई. जल्दी आओ तुम. ना പച്ചോ ഇട്ടേ മാമ വേണ്ടേ, മതിയായോ കളി. ദാഹിച്ചു പോയി, വെള്ളം കുടിച്ചു പോയി. എന്നാ ഇന്ന് ഇങ്ങനെയൊക്കെ കളിയും ചിരിയായിട്ടൊക്കെ പോകുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ബെൽ ബട്ടൺ കേട്ടോ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഓടിയെത്തും നിങ്ങളടുത്ത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഡെയിലി കുറച്ച് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇവിടെ ഇരിക്കുന്നു മോൻ.
ഇപ്പോൾ ഡാഡി എനിക്ക് ഇന്നലെ ഭയങ്കര കൈവേദനയായിരുന്നു കേട്ടോ. എന്തോന്നാണ് അവിടെ എപ്പോഴും ഈ തുടക്കലും തൂക്കലൊക്കെ അല്ലേ, കൈയുടെ ഷോൾഡറിൻ്റെ അവിടെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇന്ന് മോൾക്കും പനി, അതുകൊണ്ട് ഇന്ന് അവധിയെടുത്തു, മോനും അവധിയെടുത്തു. അപ്പം ഞാൻ ആ റൂമിലേക്ക് കൊണ്ടുപോകാത്ത മോനും കിടക്കുന്നു കേട്ടോ. മോളെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തപ്പോൾ ടോൺസിൽസിൻ്റെ ഇതുകൊണ്ടിട്ട് ഇച്ചിരി പനി, വേറെ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. തണുപ്പൊക്കെ കൂടുതൽ കഴിച്ചിട്ടായിരിക്കാം. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒരു വ്യത്യസ്തമായതിൻ്റെ പേരിലും ഉണ്ടാകാം. ഡാഡി പറഞ്ഞു ഞാൻ ബാത്റൂമൊക്കെ കഴുകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പിറകെ നടക്കുന്ന. പിന്നെ ഞങ്ങൾ റൊട്ടിയല്ല, ഞങ്ങൾ റൊട്ടി എന്ന് പറയുമ്പോൾ സുഖാ റൊട്ടി, ഞങ്ങൾ തവയിൽ വെച്ച് പരത്തുന്ന. ഇന്ന് റൊട്ടിയല്ല, പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആർക്ക് ചോറ് വേണ്ട, അവൾക്ക് ഉച്ചയ്ക്ക് അതാണ്, പൊറോട്ടയും കറിയൊക്കെയാണ്. പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലത്തെ പൊറോട്ട അല്ല കേട്ടോ, ഗോതമ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ മൂന്നായി മടക്കി ഒരു ഗോബി ഷേപ്പിലുണ്ടാക്കുന്ന, അല്ലാതെ ഗോതമ്പിൻ്റെയാണ് കേട്ടോ. മോൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അതാണ് അവൾക്ക് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. എവിടെ പോണ പൊന്നു, എടി പോണി പൊന്നു, എവിടെ പോണി പൊന്നു, അച്ഛൻ എടി പോണി പൊന്നു. ഇതെന്താ ഇങ്ങനെയൊക്കെ നോക്കണേ? എടി പോണി പൊന്നു, എന്നെ നിങ്ങളിങ്ങനെയൊക്കെ നോക്കണേ? എന്നാ ഇങ്ങനെ നോക്കണേ? ഡാഡ കുളിക്കാൻ പോയി, ഡാഡയുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വരട്ടെ കേട്ടോ പൊന്നു. അല്ലിയാമ്പൽ കടവിലൻ നേരമായിട്ട് ചുറ്റണം പുറത്ത് പോകാൻ. ഇപ്പം ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. ഇത് കണ്ടോ, ഇതും പപ്പായ കറിയൊക്കെ. ഞാൻ പൊറോട്ട എന്ന് ഉദ്ദേശിച്ചത് ഇതാണ് കേട്ടോ. ഇവിടെ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കാറില്ല, കാരണം ഒരു ടീസ്പൂൺ എണ്ണയൊക്കെ ഒഴിക്കണം. അതുകൊണ്ട് നമ്മൾ സുഖാ റൊട്ടി എപ്പോഴും കഴിക്കണം. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും ചോറ് കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. 3 നേരവും ഞങ്ങൾ റൊട്ടി കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ മക്കൾക്ക് കൂടുതൽ റൊട്ടി, ഗോതമ്പിൻ്റെ ഐറ്റമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇന്നത്തെ ഉച്ചത്തേക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, നമ്മളിത് മുറിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിന് കുറച്ചും കൂടെ ഉണ്ടാക്കണം, ദീപക്കിന് ഉണ്ടാക്കണം, ഞങ്ങൾ 4 പേര്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി ഞാൻ ഇതിലിങ്ങനെ പൊതിഞ്ഞ് വെക്കും. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി, പപ്പായ കറി ഉണ്ടാക്കി. ശനിയാഴ്ചയല്ലേ, വെളുത്തുള്ളിയൊക്കെ വിട്ടിട്ടുള്ള കറികളായിട്ടോ. ഇന്നത്തെ ഉച്ചയ്ക്ക് ഇതാണ് ഞാൻ പൊറോട്ട എന്ന് ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിലത്തെ മൈദയുടെ അതല്ല കേട്ടോ, വട്ടത്തിലുള്ള അല്ല. എന്ത് പറ്റി? ദീപക്ക് വന്നെന്ന് പറഞ്ഞിട്ട് മൈൻഡ് ഇല്ലാതിരിക്കുന്നത്. ദീപക്ക് വന്നു, ഇപ്പോൾ വരുവട്ടാ. ഓ ഡാഡി ഇവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ടാണ് അവനും ഇരിക്കുന്നത്. ദീപക്ക് വന്നേ. ഓ ഗുമായിച്ച് നോക്കണേ. ആശനാ അതൊക്കെ ഒതുക്കി ദാടിയാ ചേച്ചി. ആശ അപ്പോൾ ഗൈസ്, ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ.